ഹേ ഗായ്സ്, BCUട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് വന്നിരിക്കുന്ന ഓഫ്കോഴ്സ് നമുക്ക് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് അത് തന്നെ ക്യാപ്റ്റൻ അമേരിക്ക 4 എന്ന് തന്നെ പറയാം. കാരണം ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിട്ടുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക 4 എന്ന് പറയാം. സോ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഹാരിസൺ ഫോർഡിൻ്റെ തണ്ടർ റോസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ തണ്ടർ റോസ് ആയിട്ട് അഭിനയിച്ച ആക്ടർ മരിച്ചു എന്നാണ് ഹാരിസൺ ഫോർഡിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ട്രെയിലർ ഒരുപാട് സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ട്രെയിലറിൻ്റെ ക്ലൈമാക്സ് നമ്മൾ റെഡ് ഹൾക്കിനെ റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നേരത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ട്രെയിലറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിനിമ ഇനി റിലീസ് ആവാൻ സമയമുണ്ട്. സോ ആ സമയത്ത് ഒരുപാട് പോളിഷിങ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഓപ്പണിംഗ് സീൻ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന ജനറൽ റോസ്, നമ്മളുടെ അദ്ദേഹം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് മാറാൻ പോവുകയാണ്. ആൻഡ് ഇവിടേക്ക് നമ്മളെ സാം വിൽസൺ നമ്മുടെ ഫാൽക്കനെ വിളിച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ ഫാൽക്കനെ തൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സോ തന്നെ ആ ക്യാപ്റ്റൻ അമേരിക്ക എന്ന ആ ഒരു ഇതിനെയും കൂടെ മിലിറ്ററിക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിന് തന്നെയാണ് സിവിൽ വാറിൻ്റെ അകത്ത് രണ്ട് പക്ഷമായിട്ട് ചേരിയിരുന്ന് അടിച്ചത്. സോ നമ്മളുടെ സാം വിൽസൺ അഫ്കോഴ്സ് നമ്മുടെ ഫാൽക്കൻ ഇത് റിജക്റ്റ് ചെയ്യാൻ തന്നെ പോകും. നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ഇത് റിജക്റ്റ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. സോ എനിവേ നമ്മളുടെ നമ്മളുടെ ജനറൽ റോസ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുകയാണ്. സോ ഈ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വധശ്രമം നടക്കുന്നുണ്ട്. നടത്തുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഐസയ ബ്രാഡ്ലി എന്നൊരു കഥാപാത്രം ഫാൽക്കൻ വിന്റർ സോൾജർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാവും. അതായത് നമ്മുടെ സാം വിൽസന് മുമ്പൊക്കെ തന്നെ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ശേഷം ആ ഒരു ബ്ലാക്ക് സീറോ എടുത്തൊരു ആളായിരുന്നു. പക്ഷേ അവർ ബ്ലാക്ക് ഇതുള്ളത് കൊണ്ട് തന്നെ അവരെ പുറത്തു വിടുക, പേരൊന്നും പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. എന്താ പറയുക, പരീക്ഷണങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം നമ്മളുടെ റോസിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. മേ ബി ഇതൊരു ഇന്നർ വാർ ആയിരിക്കും, ഒരുപാട് പൊളിറ്റിക്സ് സംസാരിക്കാൻ പോകുന്നൊരു സിനിമയാണ്. സോ എന്തിനാണ് ഈ പടത്തിന് ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പേരിട്ട് നോക്കുകയാണെങ്കിൽ ഈ പടം നമ്മുടെ എറ്റർണൽസുമായിട്ട് കണക്റ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഒരു കടലിൻ്റെ ഒരു ഓഷ്യൻ്റെ മേളിൽ ഫൈറ്റ് ചെയ്യും പോലെ ആ ഓഷ്യൻ്റെ നടുക്കൊരു മല കാണും പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മലയല്ല, എറ്റർണൽസ് മൂവി നിങ്ങൾ കണ്ടു കാണും. അഫ്കോഴ്സ് നിങ്ങളെ മറിഞ്ഞിട്ടുണ്ടാവും, കാരണം നേരത്തെ വന്നൊരു സിനിമയാണ്, അതിനെക്കുറിച്ച് പിന്നൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. സോ ഈ സിനിമയ്ക്കകത്ത് എറ്റർണൽസ് മൂവിക്ക് സംഭവിച്ചൊരു മെയിൻ ഇവൻറ്റ് ഈ മൂവിക്ക് ഒരു മെയിൻ ഇവൻ്റായിട്ട് മാറുന്നുണ്ട്. എറ്റർണൽസിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ ഭൂമിക്കകത്തുനിന്ന് ഒരു സെലസ്ട്രിയൽ ജീവനോടെ വന്നിട്ടുണ്ടാവും. അതിന് എറ്റർണൽസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിനെ സ്ലീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എറ്റർണൽ നോക്കുകയാണെങ്കിൽ വലിയ മലയായിട്ട് കടൽ നടുക്കുണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന മെറ്റലാണ് അഡമാൻഡിയം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു മെറ്റലിന് വേണ്ടി, ഈ ഒരു മൗണ്ടന് വേണ്ടിയാണ് ഇനി ഈ ഒരു വേൾഡ്, അതായത് ഈ ന്യൂ വേൾഡ് ക്രിയേറ്റ് ആവുന്നത്. സോ അതിനുവേണ്ടി പല രാജ്യങ്ങളും തമ്മിലുള്ള ഫൈറ്റിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക, നമ്മളെ സാം വിൽസൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക എന്തൊക്കെ ഫൈറ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു കഥയായിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് ഓർഡർ സിനിമ. ഒരുപാട് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് അത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ഇൻക്രെഡിബിൾ ഹൾക്കിൽ വന്ന ലീഡർ എന്ന കഥാപാത്രം, അതായത് ഇൻക്രെഡിബിൾ ഹൾക്കിനകത്ത് സാമുവൽ സ്റ്റീവ് എന്നൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു കഥാപാത്രമായിരിക്കും നമ്മൾ ബ്രൂസ് ബാനറിന് ആ ഒരു കൺട്രോളിങ് പവർ, ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലൈമാക്സിൽ അദ്ദേഹം തലയിടിച്ച് അദ്ദേഹം തലയിൽ കൂടെ ഹൾക്കിൻ്റെ ബ്ലഡ് മിക്സായി അദ്ദേഹത്തിൻ്റെ തല വലുതാൻ പോലെ കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് റിട്ടേൺ ആവുന്നു, ദ ലീഡർ എന്ന പേര് റിട്ടേൺ ആവുമെന്ന് പറയുന്നുണ്ട്. 2-3 സീനിൽ അദ്ദേഹത്തെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തല ഒരു ചെറിയ ഗ്രീൻ കളർ ഹെഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അദ്ദേഹം തിരിച്ചു വരാം, കാരണം ഇതിൻ്റെ അകത്ത് നമ്മളെ ജനറൽ റോസ് ഒക്കെ റെഡ് ഹൾക്കായിട്ട് മാറുന്നുണ്ട്. പ്രോബബ്ലി നമ്മുടെ ജനറൽ റോസിന്, നമ്മളുടെ പ്രസിഡന്റ് റോസിന് ഈ ഒരു പവർ കൊടുത്തത് മാക്സിമം ഈ ഒരു കഥാപാത്രം അയക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആൻഡ് ഇവിടെ തണ്ടർ റോസ് പറയുന്നുണ്ട്, നീ ക്യാപ്റ്റൻ അമേരിക്ക പക്ഷേ നീ ഒരിക്കലും സ്റ്റീവ് റോജേഴ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളുടെ ഫാൽക്കൻ, അതായത് നമ്മൾ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്ക, അതെ ഞാൻ സ്റ്റീവ് റോജേഴ്സ് അല്ല പക്ഷേ സാം വിൽസൺ ആണെന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഫാൽക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക, പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ജേർണി ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സിനിമയ്ക്കകത്ത് ഒരുപാട് ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സൂട്ട്, അതായത് നമ്മളുടെ ഫാൽക്കൻ ആൻഡ് സോയുന്ന സ്യൂട്ടും അതുകൊണ്ട് പുതിയ കുറച്ച് സ്യൂട്ടും ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാൽക്കൻ്റെ, നമ്മളെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സൈഡ് കിക്കിനെയും നമുക്ക് ഈ സിനിമയിൽ തന്നെ കാണാനും കഴിയും. അദ്ദേഹത്തിനും നമ്മളെ ഫാൽക്കൻ്റെ പഴയ സൂട്ട് കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നമ്മളെ ക്ലൈമാക്സ് സീനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡ് ഹൾക്കിനെ കാണിച്ചിട്ടുണ്ട്. ഡിസൈൻ കുറച്ച് കൊള്ളാം, പക്ഷേ കുറച്ചും കൂടെ എന്താ പറയുക, റെഡ് കളർ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങാനത്ത് മിക്ക സാച്ചുറേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ സീനിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരാൾ മരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, ആ ഒരു കോഫിൻ നോക്കുകയാണെങ്കിൽ ഒരു
അമേരിക്കൻ ഫ്ലാഗിൽ കവർ ചെയ്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ ആയിട്ട് ആരാണെന്ന് അറിയത്തില്ല. മേ ബി നമ്മളുടെ തണ്ടർ റോസ് തന്നെ ആയിരിക്കാം. ആൻഡ് അദ്ദേഹം മരിക്കാൻ നേരത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റെഡ് ഹൾക്കിൻ്റെ ആ ഒരു പവർ എന്താ പറയുക പുറത്ത് വന്നിട്ടുണ്ടാവുക. കാരണം ഈ ഒരു സ്ഥലവും അതുപോലെ നമ്മൾ റെഡ് ഹൾക്ക് ഫോം ആവുന്ന ആ സ്ഥലം കാണാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് കാണാത്ത ഈക്വലായിട്ടുണ്ട്. മേ ബി രണ്ടും ഒരു സ്ഥലം തന്നെ ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ ജനകാരിയോ എസ്പിറ്റോ എന്ന ആക്ടർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഈ സിനിമയ്ക്കകത്ത് എടുത്തുകൊണ്ട് വന്നത്. റീഷൂട്ട്സ് അത് ഭയങ്കരമായിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മേഴ്സണറി ആയിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ഏജന്റ് ഓഫ് ഷീൽഡിൽ വർക്ക് ചെയ്തൊരു ഏജൻ്റ് ആയിരുന്നു. മേ ബി ഇപ്പോൾ അദ്ദേഹം തണ്ടർ റോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മേഴ്സണറി ആയിട്ടും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് ബേസിൽ സ്പിൻ ഓഫ് സീരീസ് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. സോ ഈ ട്രെയിലർ പറയുമ്പോൾ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാനായിട്ട് ഒരു സീരീസൊക്കെ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. സോ സിനിമ തിയേറ്ററിൽ വരാനായിട്ട് എങ്ങനെ എനിക്ക് കാണാമെന്നുള്ള കാര്യം വളരെ ക്യൂരിയസ് ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ ട്രെയിലർ കണ്ടു? നിങ്ങൾക്ക് എത്ര പേർക്ക് ട്രെയിലർ ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റു ദിവസം മറ്റു വീട്ടിൽ അതുവരേക്കും ദിസ് വിഷ്ണു ചന്ദൻ സൈനിങ് ഓഫ്.